വെൽക്കം ടു സ്റ്റോറി മങ്ക്. നമ്മളിന്ന് സംസാരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ചാണ്. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ തീരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു തുറമുഖ പദ്ധതി രൂപപ്പെടുത്തി വലിയ വികസനം നടപ്പാക്കും എന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖ നടത്തിപ്പ് കമ്പനിയായ അദാനി, വിഴിഞ്ഞം അദാനി പോർട്സ് ലിമിറ്റഡാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള കമ്പനി. അവരവരുടെ 49% ഓഹരികൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന വലിയ ഭീമൻ കമ്പനിയുടെ ഒരു സബ്സിഡിയറി കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ച വിവരം പുറത്തു വരുന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാർ അനുസരിച്ചാണെങ്കിൽ കേരള സർക്കാരിൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷം വേണം ഇത്തരം ഓഹരി വിൽപ്പന എന്നിരിക്കെ ഈ ഓഹരി വിൽപ്പനയ്ക്ക് ധാരണ ഉണ്ടാക്കുകയും ആ ധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച് അവിടെ നിന്ന് അനുമതി വാങ്ങുകയും ചെയ്തപ്പോഴാണ് ഈ വിവരം പുറത്തേക്ക് വരുന്നത്. അത് കേരള സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു കരാർ അനുസരിച്ച്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു പ്രശ്നം, ഇത് വലിയ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയായി കേരളത്തിൽ ഉയർന്നു വന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷം സ്വാഭാവികമായും നിലവിലുള്ള സർക്കാരിനെ വിമർശിക്കുന്നു. സർക്കാരിനെ പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന CPM-നുള്ളിൽ നിന്ന് ഭിന്ന അഭിപ്രായങ്ങൾ ഇതേ ചൊല്ലി ഉണ്ടാകുന്നു എന്നുള്ളതുമാണ്. ഈ വിവാദം ഇതേ ചൊല്ലി, ഈ ഓഹരി കൈമാറ്റത്തെ ചൊല്ലി ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം കൂടി. ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബഷീർ, ഈ അദാനി ഗ്രൂപ്പ് ഈ വിഴിഞ്ഞത്തിലേക്ക് വരുന്ന ഘട്ടം മുതൽ വലിയ കോൺട്രവേഴ്സി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അദാനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഈ പദ്ധതി ആലോചിക്കുന്നു, വളരെ പെട്ടെന്ന് ഇതുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു എന്ന് തുടങ്ങി തുടർച്ചയായ കോൺട്രവേഴ്സി ഇതിൻ്റെ തുടക്കം മുതലുണ്ട്. ഒരു ഘട്ടത്തിൽ C&AG ഇതിൻ്റെ ചെലവ് അധികരിച്ച് കാണിച്ചുകൊണ്ട് കേരള സർക്കാരിൽ നിന്ന് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പാകത്തിലാണ് ഇതിൻ്റെ കരാറുണ്ടാക്കിയിരിക്കുന്നത് എന്ന് വിമർശിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള തടസ്സവും കരാർ ഒപ്പിട്ട കാലം മുതൽ ഈ കാലം വരെ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ കൂടുതൽ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലും തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ കോൺട്രവേഴ്സികൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലെല്ലാം നമ്മൾ പൊതുവിൽ കണ്ടുവരുന്നത് അദാനി ഗ്രൂപ്പിന് ഏതാണ്ട് ഗുണകരമായ വിധത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് 16, 21 പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്ത് തുടർന്ന് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അദാനിക്ക് ഗുണകരമായൊരു പദ്ധതി എന്ന നിലയിൽ വേണോ നമ്മളിപ്പോൾ വിഴിഞ്ഞത്തെ കാണാൻ? നമുക്ക് മുമ്പിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ വളരെ അപ്പാരൻ്റായ വൈറ്റൽ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഈ കരാറിൻ്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അതിൻ്റെ മറ്റ് സൂക്ഷ്മമായ വിശദാംശങ്ങൾ, ഇതിൽ കോംപ്രമൈസ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ, ഇതിലെ കരാറിലെ വളരെ എലാബറേറ്റായ കരാർ വ്യവസ്ഥകളിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്ന ഘട്ടത്തിൽ നടന്ന ഇടപാടുകൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന പശ്ചാത്തല വിവരം വെച്ചും ഇതിൻ്റെ വൈറ്റൽ ഡീറ്റെയിൽസ് വെച്ചും കേരള രാഷ്ട്രീയത്തിൽ നടന്ന രണ്ട് മുന്നണികളും പരസ്പരം കൈകോർത്ത് നടത്തിയ ഏറ്റവും വലിയ ഒരു ഗൂഢാലോചനയോ ഒരഴിമതിയോ അതല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യം ഒട്ടും പരിഗണിക്കാതെ നടന്ന വലിയൊരു ഡീലോ ആണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നാണ് അതിൻ്റെ പ്രാഥമികമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. സാധാരണഗതിയിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് 2014 മുതൽ ഇങ്ങോട്ടുള്ള ഒരു വിമർശനം, ക്രോണി ക്യാപിറ്റലിസം നടപ്പാക്കപ്പെടുന്നു ഇന്ത്യയിൽ, അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി അദാനി ഗ്രൂപ്പാണ് എന്നാണ്. ഗുജറാത്തിൽ നിന്നുള്ള അദാനി ഗ്രൂപ്പാണ് രാജ്യം ഭരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ്, അദാനിയും അംബാനിയുമാണ് ഈ രാജ്യം നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറുപക്ഷത്ത്, അല്ലെങ്കിൽ അത് മറ്റൊരു സൈഡിൽ സീതാറാം യെച്ചൂരിയെ പോലെയുള്ള ആളുകളും അതേ വിമർശനം ഉന്നയിക്കുകയും അദാനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ ബിസിനസ് മേഖലയിലും അദാനിക്കുണ്ടായ വളർച്ച മോഡിയുടെ രാഷ്ട്രീയത്തിന് സമാന്തരമായി കണക്കാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, കേരളത്തിൽ BJP അല്ലല്ലോ ഭരിച്ചത്, 2 LDF സർക്കാരുകളും അതിനു മുമ്പ് ഉണ്ടായ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും കാലത്ത് ആണ് ഈ കരാർ, ഈ വ്യവസ്ഥകൾ മുഴുവനും പല രീതിയിൽ മാറ്റിമറിച്ച് വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കപ്പെടുന്നത്. ഇതിൽ ഓരോ ഘട്ടത്തിലും അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ മാത്രമല്ല
2075 വരെ വലിയ തോതിലുള്ള വരുമാനം ലഭ്യമാകുന്ന വിധത്തിൽ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഏതാണ്ട് 5500 കോടി രൂപ ഞങ്ങൾക്ക് ചിലവായി എന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ പല ആളുകളും പബ്ലിക്കിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സർക്കാരിൻ്റെ ഓഡിറ്റ്, CAGയുടെ ഓഡിറ്റ് പ്രകാരം അത്രയും പണം വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏതാണ്ടൊരു 3000 കോടി രൂപയിൽ താഴെയാണ് അദാനി വിഴിഞ്ഞത്ത് ചെലവാക്കിയത് എന്ന് ഏറെക്കുറെ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമാണ്. ഈ 3000 കോടിയിൽ താഴെ ചെലവാക്കിയ ഒരു പദ്ധതിയുടെ പകുതി ഷെയർ, പകുതിയിൽ തൊട്ട് താഴെ ഷെയർ 49% ഷെയർ വിൽക്കുമ്പോൾ 13,200 കോടി രൂപ കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ഈ 3000 കോടി രൂപയെ 2 രാഷ്ട്രീയ സഖ്യങ്ങളും കൂടി ചേർന്ന് ഇക്കഴിഞ്ഞ 2015 മുതൽ 2026 വരെയുള്ള 11 വർഷം കൊണ്ട് 27,000 കോടി രൂപയിലേക്ക് വളർത്തിക്കൊടുത്തിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ, ആ പ്രദേശത്തെ പരിസ്ഥിതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ എല്ലാം കാര്യത്തിൽ നടത്തിയ കോംപ്രമൈസിൻ്റെ വിട്ടുവീഴ്ചയുടെ ഫലമാണ് അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ കൈവന്നിരിക്കുന്ന ഏതാണ്ട് 4 ഇരട്ടി ലാഭം എന്ന് വേണമെങ്കിൽ പറയാം. കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2075 വരെ ഈ നാടിൻ്റെ ഒരു ഭാഗം അദാനിക്ക് വിറ്റതിന് തുല്യമായിട്ട് വേണം കണക്കാക്കുക. ഇത് തുടക്കുമ്പോഴേ ഇതിലിപ്പം ഇപ്പോൾ പറയുന്നത് ബഷീർ പറഞ്ഞ ഇപ്പോഴത്തെ MSCക്ക് 49% ഷെയർ വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ കിട്ടുന്ന പൈസയെക്കുറിച്ചാണ് ഈ 13,000 കോടി 4 ഇരട്ടി ലാഭം ഇപ്പോൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇനീഷ്യൽ കരാർ മുതൽ, ഞാൻ ആദ്യം സംസാരിച്ച് പറഞ്ഞതിൻ്റെ ഇനീഷ്യൽ കരാർ മുതൽ തന്നെ ഏതാണ്ട് അദാനിക്ക് ലാഭം ഉണ്ടാക്കുന്ന പ്രക്രിയ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. രാജ്യത്തെ ഏതാണ്ട് 15 തുറമുഖങ്ങളുടെ നടത്തിപ്പവകാശമുള്ള കമ്പനിയാണ് അദാനി പോർട്സ് ആൻഡ് സെസ് എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിലാണ് ഈ അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയത്. ഇതുമായിട്ടുണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ തന്നെ CAGയുടെ ഓഡിറ്റിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് കേരള സർക്കാർ കൺസൾട്ടൻസി വെച്ചപ്പോൾ കൺസൾട്ടൻസി കൊടുത്ത ചിലവുകൾ എന്തൊക്കെയാണോ അതൊന്നും വേണ്ട രീതിയിൽ പരിശോധിക്കാതെ അതങ്ങ് അംഗീകരിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഈ കൺസൾട്ടൻസി കൊടുത്ത കോസ്റ്റിൻ്റെ ഇത്ര ശതമാനം സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടത്. അതിൽ ബാക്കി പണം മാത്രമേ അദാനി ഗ്രൂപ്പിന് വഹിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ കോസ്റ്റ് എസ്കലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അധിക ബാധ്യത കേരള സർക്കാർ വഹിക്കേണ്ടി വന്നു എന്ന് CAG റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഈ പോർട്ട് 30 വർഷം PPP സാധാരണ 30 വർഷമാണ്. 30 വർഷം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കണം. ഇവിടെ ഉടമസ്ഥർ കേരള സർക്കാരാണ്. കേരള സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് അത് കൊണ്ടുവരണം എന്നുള്ളതാണ് സാധാരണയിൽ PPP മോഡൽ ചെയ്യുന്നത്. ഇവിടെ 40 വർഷം അദാനിക്ക് കൊടുക്കും. 40 അല്ല, ആദ്യഘട്ടത്തിൽ 30 പകരം 40 വർഷമാണ് ഇനീഷ്യൽ കരാറിൽ. അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. പിന്നീട് അത് 45 വർഷമാക്കി കൊടുത്തു. എന്നിട്ട് അനദർ 25 years ക്യാൻ ബി എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ് മറ്റൊരു ക്ലോസും കൂടി വെച്ചു. അതാ ഞാൻ പറഞ്ഞത് 2075 കഴിയും ഈ പോർട്ടിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് സംസ്ഥാനത്തിന് മുഴുവനായി കിട്ടണമെങ്കിൽ 2075 വരെ കാത്തിരിക്കണം. അതാണ് അതിൻ്റെ അവസ്ഥ. CAG അത് മാത്രമല്ല പറഞ്ഞത്. രാജീവ് ഈ പറഞ്ഞ 30 നിന്ന് 40 വർഷത്തേക്ക് ഇത് മാറ്റി എഴുതിയപ്പോൾ 19,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നും CAG കേരള സർക്കാരിന് 19,000 കോടി രൂപ ഈ 10 വർഷം കൊണ്ട് കിട്ടാതെ പോകും എന്ന് വരെ CAG അതിൽ എഴുതി വെച്ചു. അപ്പോൾ തുടക്കം മുതൽ കേരള സർക്കാരിനും ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിനും വലിയ തോതിലുള്ള നഷ്ടമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ പ്രോസസ്സ് മുഴുവൻ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ നടത്തിപ്പ് കാലഘട്ടത്തിലും പല രീതിയിൽ കേരള സർക്കാരിന് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി സാമഗ്രികളുടെ നികുതി വേവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന പണി പോലും കേരള സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് സബ്ജക്റ്റ് ടു കറക്ഷൻ. എന്തായാലും ആ ഇനത്തിൽ വരെ നഷ്ടം കേരള സർക്കാരിനുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കേരള സർക്കാരിനെ അറിയിക്കാതെ ഇതിൻ്റെ ഷെയർ വിൽക്കുക, അത് എഗ്രിമെൻറ്റിൽ 25%-ലധികം ഓഹരി വിൽക്കുകയാണെങ്കിൽ അത് കേരള സർക്കാരിനെ അറിയിച്ചിട്ട് വേണം എന്ന വ്യവസ്ഥ അവിടെ ഉണ്ടായിരിക്കെ അത് കേരള സർക്കാരിനെ അറിയിക്കാതെ തന്നെ ചെയ്യാൻ അദാനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇത് കേരള സർക്കാരിനെ കൊണ്ട് പിന്നീട് പക്ഷേ അതിൻ്റെ എഗ്രിമെന്റ് ഫോം ചെയ്ത ഘട്ടത്തിൽ തന്നെ ഇത് വിൽപ്പനക്ക് വെച്ചതാണ് എന്ന മട്ടിലാണ് എഗ്രിമെന്റും. അതായത് 2 വ്യവസ്ഥകൾ, 2 കാരണങ്ങൾ കൊണ്ട് മാത്രമേ സംസ്ഥാന സർക്കാരിന് ഈ ട്രാൻസ്ഫർ തടയാൻ പറ്റൂ. ഒന്നുകിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് വേണം. ഈ 2 കാര്യങ്ങൾ ഉന്നയിച്ച് മാത്രമേ സംസ്ഥാന സർക്കാരിന്, യഥാർത്ഥത്തിൽ പോർട്ടിൻ്റെ ഉടമകളായ സംസ്ഥാന സർക്കാരിന് ഈ ഓപ്പറേറ്റർ കമ്പനിയുടെ ഷെയറിൻ്റെ ട്രാൻസ്ഫർ തടയാൻ പറ്റൂ.
അങ്ങനെ തടയുന്നുണ്ടെങ്കിൽ തന്നെ അക്കാര്യത്തിലുള്ള നടപടികൾ വളരെ എക്സ്പെഡൈറ്റ് ചെയ്ത് വളരെ വളരെ സ്പീഡിലെടുക്കണം എന്ന ക്ലോസ് ഉൾപ്പെടെ അദാനിക്ക് എന്തൊക്കെയാണോ ഭാവിയിൽ ആവശ്യം വരുന്നത് അത്തരം ക്ലോസുകളെല്ലാം എഴുതി ചേർത്താണ് ഒറിജിനൽ കരാർ തന്നെ ഉണ്ടായത്. ആ ധൈര്യത്തിലാണ് അദാനി 49% ഷെയർ. അതായത് രാജ്യ താല്പര്യം മുൻനിർത്തിയോ അല്ലെങ്കിൽ പൊതു താല്പര്യം എന്ന് പറഞ്ഞോ ഈ ഓഹരി വിൽപ്പനയെ തടയാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് അദാനി ഗ്രൂപ്പ് ഈ പണി ചെയ്തു തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ചുരുക്കത്തിൽ ഈ നേരത്തെ ബഷീർ പറഞ്ഞ പോലെ ഈ രണ്ട് മുന്നണികളും കൂടി അദാനി ഗ്രൂപ്പിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വിധത്തിൽ കരാറുണ്ടാക്കുകയും അത് നടത്തി കൊടുക്കുകയും ചെയ്തു എന്ന് ചുരുക്കി പറയാൻ പറ്റും. പിന്നെ എന്തിനാണ് ഇവരിതിനെക്കുറിച്ച് തർക്കിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് അദാനി ഇന്ത്യൻ ബിസിനസ്സിൻ്റെ പ്രധാന മേഖലകൾ പിടിച്ചെടുക്കാൻ തുടങ്ങിയ അതേ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ക്ഷണിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മൾ വിചാരിക്കും ആ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്ന് മാറിയാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകും എന്ന്. രണ്ട് പിണറായി വിജയൻ സർക്കാരുകളും കൂടുതൽ അദാനിക്ക് അനുകൂലമായ ക്ലോസസ് എഴുതി ചേർത്ത് അതിനെ അദാനിക്ക് കൂടുതൽ ലാഭം പിൽക്കാലത്തിൽ ലഭ്യമാകുന്ന വിധത്തിലാക്കുകയാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഇ പി ജയരാജൻ എന്തുകൊണ്ടാണ് ഇതിനെ വലിയ വിവാദമാക്കേണ്ടതില്ല, ആ ഓഹരി കൈമാറ്റം വഴി കേരളത്തിന് വലിയ ഗുണം കിട്ടും, അതിൻ്റെ നേട്ടം UDF കൊണ്ടുപോകും എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് 2016 ഭരണമാറ്റം ഉണ്ടായതിന് തൊട്ടു പുറകെ കരൺ അദാനി നേരെ പോകുന്നത് AKG സെൻറ്ററിലേക്കാണ് എന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കരൺ അദാനി AKG സെൻറ്ററിൽ പോയി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു മുമ്പ് വരെ 6000 കോടി രൂപയുടെ അഴിമതി ഈ പ്രോജക്റ്റിൽ നടന്നിരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചിരുന്ന അന്നത്തെ മുൻപ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്ന് പോളിറ്റ് ബ്യൂറോ ആയിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ തുറമുഖ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കാനുണ്ടായത്. പിന്നീട് അവർ ചെയ്തത് ഈ C&AG റിപ്പോർട്ടിലെ വിമർശനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരിക്കണം ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിക്കുകയും ആ അന്വേഷണത്തിനൊടുവിൽ ഇങ്ങനെ വിമർശനങ്ങളൊക്കെ C&AG ഉന്നയിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് നയപരമായ കാര്യങ്ങളായതുകൊണ്ട് ഈ വിമർശനങ്ങളിൽ വലിയ കഴമ്പൊന്നും ഉണ്ടായിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് എഴുതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ C&AG വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പദ്ധതിയായിട്ട് ഇ പി ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ അതിൻ്റെ നേരെയുള്ള വാല്യൂവിൽ എടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ CPIM-ൽ അതിനകത്തൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ഒരു തേർഡ് പാർട്ടി പ്രശ്നം വെച്ചിട്ടാണ്. പാർട്ടിക്കകത്തുള്ള പ്രശ്നമായിട്ടല്ല, വേറെ ഏതെങ്കിലും ഒരു കരാർ, ഒരു ഡീൽ, ഒരു കച്ചവടം, അതല്ലെങ്കിൽ അതും വളരെ ഭൂതകാലത്ത് എപ്പോഴോ സംഭവിച്ച ഒരു കാര്യം. ഇപ്പോൾ SNC ലാവലിൻ്റെ കേസ് എടുത്താലും, ഇപ്പോൾ ഗൗരിയമ്മ പുറത്തേക്ക് പോകേണ്ടി വന്ന കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എടുത്താലും, അതിനുശേഷം സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട 2 കോടി രൂപയുടെ പ്രശ്നമെടുത്താലും, ലീസ് കോഴ കേസ് എടുത്താലും, ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ ബെനിഫിറ്റ് പറ്റേണ്ടവർ പറ്റി ഒരു പക്ഷേ പാർട്ടിയിൽ എല്ലാവരും ചേർന്നൊരു തീരുമാനമെടുത്ത് നടപ്പാക്കിയ കാര്യം പിൽക്കാലത്ത് വളരെ ഗോപ്യമായി ഉന്നയിച്ചുകൊണ്ടാണ് ഈ CPIM-നകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് തുടക്കമിടാറുള്ളത്. ഞാൻ ഇ പി ജയരാജൻ ഉന്നയിച്ച ഈ പ്രശ്നത്തെ ഇ പി ജയരാജൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായാണ്, പക്ഷെ വിശദമായിട്ട് ഉത്തരം പറഞ്ഞു, വളരെ വിശദമായി കമന്റ് അല്ല. ആ ഉത്തരം പറയാനുള്ള ചോദ്യം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യം തന്നെ ജനറേറ്റഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കോൺട്രവേഴ്സി ഉണ്ട്, ഒരു പ്രശ്നമുണ്ട് എന്ന് പൊതുജനത്തെ അറിയിക്കുക എന്ന ധർമ്മമാണ് യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ ചെയ്തത്. CPIM-നകത്ത് വലിയ വലിയ കോളിളക്കങ്ങൾ രൂപം കൊള്ളുന്നത് ഭൂതകാലത്ത് എവിടെയോ സംഭവിച്ച, അതും എല്ലാവരും കൂടി ചേർന്ന് ചെയ്ത ഒരു ക്രമക്കേടിനെ ചൊല്ലിയൊക്കെയാണ് സാധാരണ സംഭവിക്കുക. അത് CPM-ൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് ഇ പി ജയരാജൻ്റെ ഈ പ്രസ്താവനയെയും അതോടൊപ്പം KK രാഗേഷും ഷൈല ടീച്ചറും മറ്റുള്ളവരും എല്ലാം കൂടി ചേർന്ന് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഞാൻ കാണുന്നത് പണ്ടെന്നോ സംഭവിച്ച ഒരു കാര്യത്തെ പതുക്കെ നുള്ളിപ്പൊളിക്കാനുള്ള ഒരു ശ്രമം എവിടെയോ തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. അതെ, ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇ പി ജയരാജനത്ത് അദ്ദേഹം വളരെ ഡയറക്റ്റായിട്ടാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ ഉദ്ദേശം വളരെ നേരിട്ടുള്ളതല്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം ഈ സർക്കാർ വന്നതിന് ശേഷവും ഈ സർക്കാരിലെ ഫോർമേഷനിലേക്കുള്ള യാത്രക്കിടയിലും ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ ഏറ്റവും കൂടുതൽ വാചാലമായി സംസാരിച്ചത് കേരളത്തിൽ അങ്ങോളം നടപ്പാക്കാൻ പോകുന്ന തുറമുഖ പദ്ധതികളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ തീരത്തെ എങ്ങനെ
കേരളത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കാം എന്നതിലാണ് ഞാൻ ശ്രദ്ധയൂന്നാൻ പോകുന്നത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ഈ കഴിഞ്ഞ അദ്ദേഹം അവതരിപ്പിച്ച ആദ്യത്തെ ബജറ്റിലും അതിൽ വലിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അതിനിടയിലാണ് ഈ MSC എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സബ്സിഡിയറി ഈ 49% ഓഹരി ഇവിടെ വാങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതാണ് അതിൻ്റെ ഒരു അനുഗ്രഹമായി നമ്മൾ കാണേണ്ടത്. 2 മുന്നണികളുടെ 3 സർക്കാരുകൾ ചേർന്ന് 2015 മുതൽ ഇത്രയും കാലത്തിനിടയിൽ ചെയ്തു വെച്ച കാര്യങ്ങളിലൊന്നും സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പൊതുജനത്തിന് ചർച്ച ചെയ്യാവുന്നൊരവസരം വന്നിരിക്കുകയാണ്. വളരെ സൂക്ഷ്മമായി ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഇത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കാനും മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒരു അവസരം വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം കേരളത്തിൻ്റെ തീരദേശത്തെ മുൻനിർത്തി ഉള്ള ഭാവി വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിന് പിന്നിൽ മറ്റ് അജണ്ടകൾ കാണണം എന്ന് സംശയിക്കാൻ. അത് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. സതുദ്ദേശത്തോടു കൂടിയല്ല ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം മുൻ അനുഭവങ്ങൾ കേരളത്തിലെ വലിയ വികസനത്തിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന മട്ടിൽ, അതിൻ്റെ ഒരു ചാനൽ എന്ന മട്ടിൽ കൊണ്ടുവന്നൊരു പദ്ധതിയിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന താല്പര്യമല്ല സംരക്ഷിക്കപ്പെട്ടത് എന്ന് എവിഡൻ്റ് ആകുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഇനിയുള്ള ഒരേ ഒരു ഭാവി എന്നത് ഈ 600 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന തീരപ്രദേശവും അതിന് അപ്പുറത്തുള്ള കടലുമാണ് എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ അതുമായി ഉപജീവനം നടത്തുന്ന, അതിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ആളുകളുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ ഉള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. അതിന് ലോകത്തെ നമ്മുടെ മാതൃകകൾ അല്ലാത്ത മറ്റു മാതൃകകൾ ഉദാഹരണമായി കൊണ്ടുവരുന്നതെല്ലാം സംശയത്തോടെ കാണണം, അതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യണം. അതുകൊണ്ട് VD സതീശൻ്റെ ഈ സ്വപ്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. എന്തായാലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വിഴിഞ്ഞം പദ്ധതിയുടെ തന്നെ സ്ക്രൂട്ടിനൈസേഷൻ കുറെ കൂടെ സൂക്ഷ്മമായി ഒരുപക്ഷെ ഈ ഓഹരി കൈമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നേക്കാം. അതിനൊപ്പം തീരത്തെ മുൻനിർത്തി മുന്നോട്ട് വയ്ക്കപ്പെടുന്ന വലിയ വൻകിട വികസന പദ്ധതികളെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും ഒരുപക്ഷെ ഇത് ഉയർത്തിവിട്ടേക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.